Hi guys, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്ലാങ്കിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ 1 മിനിറ്റ് എങ്കിലും മിനിമം പ്ലാങ്ക് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും എന്നാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്താലാണ് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, പ്ലാങ്ക് എന്ന് പറയുന്ന എക്സസൈസ് നിങ്ങൾക്ക് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നതായിരിക്കും. കുറെ പേരൊക്കെ നിങ്ങളുടെ വർക്കൗട്ടിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്നാലും നമ്മുടെ ഈ ഒരു പ്ലാങ്ക് വർക്കൗട്ടിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ഒട്ടുമിക്ക പേർക്കും അറിയാൻ പാടില്ല. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഈ ഒരു പ്ലാങ്ക് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡി, അതായത് നമ്മുടെ ബോഡിയിലുള്ള ബാക്ക് പെയിനും അല്ലെങ്കിൽ സ്പൈൻ ഇഞ്ചുറീസ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കുറയ്ക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു പ്ലാങ്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ കോർ മസിലുകൾ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവും. ഇപ്പൊ നമ്മുടെ ബാക്ക് മസിൽ സ്ട്രെങ്ത് ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്പൈനിലേക്ക് സംഭവിക്കുന്ന ഇഞ്ചറീസ് ഒക്കെ വളരെയധികം ആ ഒരു മസിൽസ് പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് സ്പൈൻ ഇഞ്ചുറീസ് ഒരു പരിധിവരെ തടയാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക് മസിൽ സ്ട്രെങ്ത് ആവുന്നതുകൊണ്ട് തന്നെ ബാക്ക് ഇഞ്ചുറീസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്പൈൻ ഇഞ്ചുറീസോ അല്ലെങ്കിൽ ബാക്ക് പെയിനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലാങ്ക് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ചുരുങ്ങിയത് 1 മിനിറ്റ് എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ആപ്സിനെ ഡിഫൈൻ ചെയ്യുകയും സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ 6 പാക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാങ്ക് എക്സസൈസ് തീർച്ചയായിട്ടും ആ ഒരു വർക്കൗട്ട് റൂട്ടീനിൽ ഉൾപ്പെടുത്തണം. കാരണം ഈ ഒരു പ്ലാങ്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ആപ്സിനെ, അതായത് അബ്ഡോമിനൽ മസിൽസിനെ നല്ല രീതിയിൽ തന്നെ ടോൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആപ്പ് മസിൽസിനെ സ്ട്രെങ്ത് ആക്കാനും ഈ ഒരു പ്ലാങ്ക് വർക്കൗട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങളൊരു ഡെഡ് ലിഫ്റ്റ് പോലത്തുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്ന, അതായത് കോമ്പൗണ്ട് ട്രെയിനിങ്ങുകൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലാങ്ക് നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ട് റൂട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം ഈ ഒരു പ്ലാങ്ക് ചെയ്യുന്നതിലൂടെ കോർ മസിൽ സ്ട്രെങ്ത്, അതായത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് സ്ട്രെങ്ത് ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ബെറ്റർ ഫോമിൽ നിങ്ങൾക്ക് ഡെഡ് ലിഫ്റ്റുകളും അല്ലെങ്കിൽ മറ്റുള്ള ക്ലീൻ ആൻഡ് ജെർക്ക് പോലത്തുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ കോർ സ്ട്രെങ്ത് ആവുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ മൂന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ മെറ്റാബോളിസത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലാങ്ക് വർക്കൗട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു പ്ലാങ്ക് എന്ന് പറയുന്ന എക്സസൈസ് ഒരു തരത്തിലൊരു കോമ്പൗണ്ട് ട്രെയിനിങ് ആണ്. അത് കോമ്പൗണ്ട് എക്സസൈസ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ പ്ലാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് മസിൽസ് അറ്റ് എ ടൈം ഒരേ വർക്കൗട്ടിനകത്ത് വർക്കൗട്ട് ആവുന്നുണ്ട് ഒരേ സമയത്ത്. അപ്പൊ അങ്ങനെ വർക്കൗട്ട് ആവുന്ന എക്സസൈസുകളാണ് നമ്മൾ കോമ്പൗണ്ട് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് എക്സസൈസുകൾ നമ്മുടെ മെറ്റാബോളിസത്തിനെ വളരെയധികം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാങ്ക് ഒരു കോമ്പൗണ്ട് എക്സസൈസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റാബോളിസം ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു മെറ്റാബോളിസം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാങ്ക് വർക്കൗട്ട് നിങ്ങൾ വർക്കൗട്ട് റൂട്ടീനിൽ ഉൾപ്പെടുത്താം. നാലാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇംപ്രൂവ് ഓവറോൾ ബോഡി ബാലൻസ്. അതായത് നമ്മുടെ ബോഡിയുടെ ഓവറോൾ ബാലൻസിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും. അതായത് ഈ ഒരു പ്ലാങ്ക് ഡെയിലി ചെയ്യുന്നതോടുകൂടെ നമ്മുടെ കോർ മസിലുകൾ സ്ട്രെങ്ത് ആവുകയാണ്. കോർ മസിൽ എന്ന് വെച്ചാൽ നമ്മൾ അപ്പർ ബോഡീനെയും ലോവർ ബോഡീനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മസിൽസ് ആണ് കോർ മസിൽസ്. അതായത് നമ്മുടെ അബ്ഡോമനും ലോവർ ബാക്ക്, നടുവിനും ചുറ്റുമുള്ള മസിൽസ് ഒക്കെ. അപ്പൊ ഈ പ്ലാങ്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ 2 കോർ മസിലുകൾ സ്ട്രെങ്ത് ആവുന്നതുകൊണ്ട് നമുക്ക് അപ്പർ ബോഡീനെ ലോവർ ബോഡീനെ നല്ല രീതിയിൽ കണക്ട് ചെയ്ത് പിടിക്കാനും അതുപോലെ ബോഡിയുടെ ബാലൻസിനെ സ്റ്റേബിൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ നിങ്ങളൊരു സ്പോർട്സ് അത്ലറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പോർട്സിലുള്ള പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ബോഡി ബാലൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഈ ഒരു പ്ലാങ്ക് വർക്കൗട്ട് നിങ്ങളുടെ വർക്കൗട്ട് റൂട്ടീനിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലൊരു കാര്യമായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഈ ഒരു പ്ലാങ്ക് വർക്കൗട്ടിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടിയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും നിങ്ങളുടെ വർക്കൗട്ട് റൂട്ടീനിൽ ഈ ഒരു പ്ലാങ്ക് ഉൾപ്പെടുത്തുക. അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് 1 മിനിറ്റ് എങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ മാസലാമ, ടേക്ക് കെയർ.